ഇടുക്കിയിൽ വയോധികനെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി. അന്യാർത്തുള്ളു സ്വദേശി സുകുമാരനാണ് കൊല്ലപ്പെട്ടത്. പിതൃ സഹോദരിയായ കോട്ടയം സ്വദേശി തങ്കമ്മയാണ് കൊലപ്പെടുത്തിയത്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്തു. രാഹുൽ, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്തിനായിരുന്നു ഈ കൊലപാതകം? എവിടെ നിന്നാണ് ഈ ആസിഡ് ലഭിച്ചത് ഇവർക്ക്? സുഹൈൽ, ഇന്നലെ വൈകിട്ടാണ് ഈ ആസിഡ് ആക്രമണം ഉണ്ടാകുന്നത്. ഈ പിതൃ സഹോദരിയുടെ കുറച്ച് സ്വർണം ഈ സുകുമാരൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ ആക്രമണത്തിൽ കലാശിച്ചത്. പിന്നീട് മരണത്തിലേക്ക് പോയതും എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ വൈകിട്ടോടുകൂടിയും ഈ വീട്ടിലെത്തിയ തങ്കമ്മ കയ്യിൽ കരുതിയിരുന്ന ആസിഡ് സുകുമാരന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു. ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തി ഈ സുകുമാരനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോവുകയും പിന്നീട് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. അവിടെ എത്തിയപ്പോൾ പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രക്കിടെയാണ് ഈ മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഈ ആസിഡ് ആക്രമണത്തിൽ തങ്കമ്മയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് നിരീക്ഷണത്തിൽ തങ്കമ്മ ഈ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കോട്ടയം സ്വദേശിയാണ് തങ്കമ്മ. അവിടെ നിന്ന് റബ്ബറിന് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഈ ആസിഡാണ് കൈവശമുണ്ടായിരുന്നത്. റബ്ബർ മരുന്ന് ഉപയോഗിക്കുന്ന ആസിഡ് ഉപയോഗിച്ചാണ് പിതൃ സഹോദരിയായ തങ്കമ്മ സുകുമാരനെ കൊലപ്പെടുത്തത്. ആസിഡ് ആക്രമണത്തിൽ ഇന്നലെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സുകുമാരനാണ് ഇന്നിപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.